പലപ്പോഴും ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഒരുപാട് വെള്ളം ഒരുമിച്ച് കുടിക്കും. അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്നത് അതിന് ലൈം ജ്യൂസൊക്കെ ഒരുപാട് ഒറ്റയടിക്ക് കുടിച്ചിട്ടാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഒരുമിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 3-4 ഗ്ലാസ് ഒരുമിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസസൊക്കെ ഡൈല്യൂട്ടായി പോവുകയാണ്. നമ്മുടെ കിഡ്നിക്കും ഓവർലോഡ് പെട്ടെന്ന് വരികയാണ് ഫ്ലൂയിഡ്സ് അകത്തേക്ക് ചെല്ലുമ്പോൾ. അതേപോലെ തന്നെ ലൈം ജ്യൂസ് എന്നുള്ളത് ഒരുപാട് വെറും വയറ്റിൽ, അതായത് എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഡിറ്റി ആൻഡ് ആസിഡ് റിഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. യെസ്, ഡീഹൈഡ്രേഷൻ അകറ്റാൻ വേണ്ടി നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം നോമ്പ് കാലത്താണെങ്കിലും. പക്ഷെ അത് ഒരുമിച്ച് 2-3 ഗ്ലാസ് 4-5 ഗ്ലാസ് ഒരുമിച്ച് കുടിച്ചിട്ടല്ല, ഗ്യാപ്സ് ഇട്ടിട്ട് പിറ്റേ ദിവസം സുഹൂറിൻ്റെ സമയം വരെ നമ്മൾ കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വെള്ളം കുടിച്ചാലാണ് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ഡീഹൈഡ്രേഷൻ വരികയുമില്ല, അങ്ങനെയാണെങ്കിൽ വെള്ളം അത്രയും അകത്തേക്ക് ചെല്ലുകയും ചെയ്യും.